ദൈവത്തിനൊത്ത ആ മഹാഗുരുവരനെ വരും. ശ്രീനാരായണ ദർശനം മനസ്സിലേറ്റി മഹാഗുരുവിന്റെ ശിഷ്യ പരമ്പരയെ നമിച്ചുകൊണ്ട് തുടങ്ങാം. ഇന്ന് ജനുവരി 28. ശ്രീനാരായണ പരമഗുരുവിനെ അനന്തരഗാമിയാകുവാൻ ഭാഗ്യം ലഭിച്ച ബോധാനന്ദ സ്വാമികളുടെ 144ാമത് തിരുജയന്തി. ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ എന്ന് ശ്രീനാരായണ മഹാഗുരുവിന്റെ ആ മഹാവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തൃശൂർ ജില്ലയിൽ കരിവന്നൂർ പുഴയുടെ തീരത്ത് ഈഴവപ്പറമ്പിൽ എന്ന അതിസമ്പന്ന കുടുംബത്തിൽ പിറന്ന ദിവ്യ ചൈതന്യം. ക്ഷേത്ര പ്രതിഷ്ഠകളെ എതിർത്ത് നാടൊട്ടെ പ്രസംഗിച്ചു നടന്ന ബോധാനന്ദഗിരി ഗുരുവെന്ന ദിവ്യകളയവരത്തെ ആദ്യ ദർശനത്തിൽ അനുഭവമാക്കി മാറ്റിയ ശിവഗിരി മഠത്തിന്റെ ആദ്യ മഠാധിപതിയുടെ ജന്മദിനത്തിൽ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് സ്മൈൽ സാധന 1 ഒരുക്കുന്ന നാടകം. എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന നാടകം ത്യാഗോജ്വലനായ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. ന കർമ്മണ ന പ്രജയേ ധനേന ത്യാഗേനൈകേ അമൃതത്വമനസ്സു. ഹോ, എൻ്റെ ചെവിയിൽ ഇടിമുഴക്കം പോലെ അലയടിക്കുന്ന ഈ മന്ത്രധ്വനികൾ എവിടെ നിന്നാണ് വരുന്നത്? ചരിത്രത്തിൻ്റെ ഏടുകൾ മറിഞ്ഞ് കപിലവസ്തുവിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലാണോ ഇത്? പകലന്തിയോളം സംസാര ദുഃഖത്തിൻ്റെ ചിന്താഭാരത്താൽ ക്ലേശിച്ചുള്ള നടത്തം. ക്ഷീണം കൊണ്ട് കിടന്നുപോയാലും ദിവസങ്ങൾ ഏറെയായി നിദ്രാദേവിയുടെ കടാക്ഷം ഒന്ന് വേണ്ടവണ്ണം ലഭിച്ചിട്ട്. അതെ, ഇനി ഒട്ടും താമസിക്കാനില്ല. വാർദ്ധക്യം, രോഗം, മരണം ഇത്യാദി ലോകഭയങ്ങളിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ അനിത്യമായ സമ്പത്ത്, അധികാരം, ബന്ധങ്ങൾ, ഭാര്യ, പുത്രൻ എല്ലാം ത്യജിക്കുക തന്നെ വേണം. വൈരാഗ്യം, ത്യാഗം ഇതൊന്നിനു മാത്രമേ ശാശ്വതമായ സത്യത്തെ, ശാന്തിയെ തരാനാവൂ. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഈ രാത്രി തന്നെ പോകണം. ഭാര്യയെയും മകനെയും മാതാപിതാക്കളെയും ഭഗവാനെ ഏൽപ്പിച്ചിട്ട് എല്ലാ കെട്ടുപാടുകളെയും എന്നേക്കുമായി കരിവണ്ണൂർ പുഴയുടെ ഹുങ്കാരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് കാൽപാദങ്ങളെ കുതിരക്കുളമ്പടികളാക്കി എത്രയും പെട്ടെന്ന് എത്രയും അകലങ്ങളിലേക്ക് പോകണം. ഇതെന്താ കഥ? ശ്രീബുദ്ധ ഭഗവാനെ ഓർമ്മിക്കുന്ന ഈ നടത്തം ആരുടേതാണ് ഇന്ദിരാമേ? അതെ, ചരിത്രത്തിന്റെ ഏടുകളിൽ 115 വർഷങ്ങൾക്ക് മുമ്പ് തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട സത്യത്തിന്റെ തനിയാവർത്തനമാണിത്. ആ സത്യമാവുന്ന തീർത്ഥജലം ഒത്തിരി വീണൊന്ന് അനുഗ്രഹിക്കപ്പെടാനല്ലേ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ആ നടന്നു പോയത് പിൻകാലത്ത് ഗുരുവിന്റെ ദിവ്യപീഠത്തിൽ തൃപാദങ്ങൾ തന്നെ തന്റെ അനന്തരഗാമിയായി അവരോധിച്ച ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളാണ്. ശ്രീബുദ്ധന്റെ ആനന്ദ ശിഷ്യനെ പോലെ ഗുരുബോധത്തിൽ ആനന്ദ നിമഗ്നനായ ബോധാനന്ദൻ. ധീരോദാത്തമായ ആ ത്യാഗോജ്വലന്റെ ചരിത്രം തുടങ്ങുന്നത് തന്നെ 1882 ജനുവരി 28 പുണർദം നക്ഷത്രത്തിൽ നിന്നാണ്. തൃശൂർ ജില്ലയിലെ ചിറയ്ക്കൽ എന്ന ദേശത്തെ ധനാഢ്യമായ ഈഴവപ്പറമ്പ് തറവാട്ടിൽ ചെറോണയുടെയും ഇക്കോരന്റെയും പുത്രനായി വേലായുധൻ എന്ന വേലിക്കുട്ടിയായിട്ട് പരമഭക്തയായ ആ അമ്മയുടെ കൈപിടിച്ച് പുരാണ കഥകൾ കേട്ട് അമ്പലത്തിൽ പോകുവാൻ വേലിക്കുട്ടിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ ധാരാളം കെട്ടുകാഴ്ചകൾ സമർപ്പിക്കുന്ന വലിയ പ്രാമാണിത്വമുള്ള തറവാട്ടിലെ ആയിട്ട് പോലും ജാതിയിൽ താണതിന്റെ പേരിൽ അമ്പലമുറ്റത്ത് പോലും നിൽക്കാൻ പറ്റില്ലായിരുന്നു.
അമ്മേ, ഞാൻ അകത്തേക്ക് പോയിക്കോട്ടെ. ഇവിടെ നിന്നിട്ട് വിളക്കിന്റെ വെട്ടം മാത്രമേ കാണാനുള്ളൂ. വേണ്ട മോനെ, അകത്തേക്ക് നമുക്ക് കടക്കാൻ പാടില്ല. കടന്നാൽ മുക്കാലിൽ കെട്ടിയിട്ട് അടി കിട്ടും. കണ്ണടച്ചാ മതി. ഇവിടെ നിന്ന് നമുക്ക് വിളക്ക് തൊടാം. എന്താ കുഞ്ഞെ നീ ഈ ചെയ്തത്? എല്ലാം അശുദ്ധമാക്കിയില്ലേ? അവരിനി വെറുതെ ഇരിക്കുമോ? വേഗം അച്ഛന്റെ അടുത്തേക്ക് പോകാം, വാ. ഞാൻ എവിടെയും തൊട്ടൊന്നുമില്ല അമ്മേ. അമ്മ കണ്ണടച്ച നേരം കൊണ്ട് ഒറ്റയോട്ടത്തിന് ഭഗവാന്റെ അടുത്ത് എത്തി. കണ്ണു നിറയെ കണ്ടു, തിരിച്ചോടി വന്നു. ഭഗവാനെ എല്ലാവർക്കും വേണം, എല്ലാവർക്കും ഭഗവാനെയും വേണം. ആ, ശംഖുധ്വനി മുഴങ്ങിയല്ലോ. സുമചേച്ചി, സുധചേച്ചി, ഗോപാൽജി എല്ലാവരും എത്തിയല്ലോ. ഗുരുദേവനെ പോലെ വേലിക്കുട്ടിയും ജാതിക്കോട്ടയും മറികടക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ചെറുപ്പത്തിലെ തന്നെ നടത്തിയിരുന്നു, അല്ലേ സുമചേച്ചി? അതെ അതെ, 5 വയസ്സിലെ തന്നെ അമരകോശവും സിദ്ധരൂപ കാവ്യ പഠനവും ഗണിതവും ഒക്കെ സ്വായത്തമാക്കാൻ തുടങ്ങി. ധ്യാനിച്ചിരിക്കാൻ ഇഷ്ടമായിരുന്ന ആ കുഞ്ഞു ബാലനെ ഒരു ദിവസം കാണാതായി. പത്തായപ്പുരയിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞാണ് ധ്യാനത്തിലിരിക്കുന്ന കുഞ്ഞിനെ പിന്നെ കണ്ടെത്തിയത്. ഈ കുഞ്ഞൊരു സന്യാസിയായി പോകുമെന്ന് കരുതി അച്ഛനമ്മമാരൊക്കെ വല്ലാതെ വിഷമിച്ചു കാണുമല്ലോ, അല്ലേ സുമചേച്ചി? വേഗം തന്നെ വിവാഹം നടത്താം എന്നാണ് അവർ അതിന് കണ്ട ഒരു മാർഗം. എന്നാൽ വേലുക്കുട്ടിക്ക് അത് തീരെ സമ്മതമല്ലായിരുന്നു. എന്നിട്ടും ജ്യേഷ്ഠന്റെ വിവാഹത്തോടൊപ്പം വേലുക്കുട്ടിയുടെ സമ്മതമില്ലാതെ തന്നെ കോതമ്മ എന്ന യുവതിയെ വധുവാക്കി വീട്ടിലെത്തിച്ചു. അങ്ങനെ വേലുക്കുട്ടി ഗൃഹസ്ഥനായോ? 2 വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിച്ചു. ഒരു മകനും ഉണ്ടായി, കേശവൻ. എന്നാൽ പരിവ്രാജക സ്വഭാവം വല്ലാതെ അലട്ടിയതിനാൽ 2 പ്രാവശ്യവും വീട് വിട്ട് ഇറങ്ങിപ്പോയി. കാശി വരെ ചെന്ന് തിരികെ വന്നു. അവസാനം എല്ലാം ഉപേക്ഷിക്കാനുള്ള മനക്കെട്ടി വന്നു ചേർന്നുവല്ലേ? അതെ സുജാജി, സഹജീവികളിലും തന്നെ കണ്ടിരുന്ന വേലായുധന് പാടത്തെ കാളകളെ ലാടമടിക്കുന്നതും മടിപിടിച്ച് കിടക്കുന്ന അവയുടെ കണ്ണിൽ മുളക് തേക്കുന്നതും ഒന്നും സഹിക്കാൻ സാധിച്ചില്ല. ഈ ലോക ജീവിതത്തിന് അപ്പുറമുള്ള സത്യം അന്വേഷിക്കണം എന്ന് വല്ലാതെ തോന്നിപ്പിച്ചു. അന്നത്തെ ആ യാത്ര ചെന്ന് നിന്നത് ഹിമാലയ സാനുക്കളിലാണ്. അവിടെ കഠിന തപസ്സിലായിരുന്നോ? ഹിമാലയത്തിലെ മഞ്ഞിൻ കൂമ്പാരത്തിന് അടിയിൽ ധ്യാനത്തിൽ ലയിച്ചു പെട്ടുപോയതും ചുറ്റിലും ഹിമകരടികൾ നടന്നിരുന്നതും ഒക്കെ സ്വാമികൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ആ സുമചേച്ചി, എന്നിട്ട് അവിടെ വെച്ച് സന്യാസ ദീക്ഷ കിട്ടിയോ? അമ്പിളി, ശങ്കരാചാര്യ പരമ്പരയിലെ ഒരു മഠാധിപതിയായ ബോധാനന്ദ ഈശ്വരാനന്ദ മണ്ഡല ഈശ്വരിൽ നിന്ന് 23-ാം വയസ്സിൽ ദീക്ഷ സ്വീകരിച്ച് ബോധാനന്ദഗിരിയായി വീട്ടിൽ തിരിച്ചെത്തി. വീടിനോട് ചേർന്ന് ഒരു അവധൂത മഠം സ്ഥാപിച്ച് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഇരുന്നായിരുന്നു. ഹിമാലയത്തിൽ നിന്ന് സന്യാസിയായി നാട്ടിൽ തിരിച്ചെത്തിയ ബോധാനന്ദഗിരി ഇവിടെയും അതുപോലെ ധ്യാനിച്ചിരിക്കുക ആയിരുന്നു ആവോ? സന്യാസ ജീവിതത്തിനിടയ്ക്കുള്ള യാത്രകളിലും ജാതി പിശാചിന്റെ ആക്രമണം പലയിടത്തു നിന്നും അനുഭവിച്ച ബോധാനന്ദഗിരി സ്വാമിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? അവധൂത മഠത്തിലെ താമസമായാലും ജാതിഭൂതത്തെ ഉന്മൂലനം ചെയ്തേ ഇനി വിശ്രമിക്കൂ എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ ചെയ്തു. ക്ഷേത്രവും ക്ഷേത്രപ്രതിഷ്ഠയുമാണ് ജാതി വളർത്തുന്നത് എന്ന് പറഞ്ഞ് ക്ഷേത്രത്യാഗ പ്രസ്ഥാനം തന്നെ തുടങ്ങിയതാണ് പ്രധാന കാര്യം. ഒപ്പം തന്നെ 1 വർഷത്തോളം നീണ്ടുനിന്ന പന്തി ഭോജനവും നടത്തി. ധർമ്മപട സംഘത്തെ ഉണ്ടാക്കി. അതുവഴി ദർശൻ കണക്കിന് എന്തിനും പോകുന്ന ശിഷ്യന്മാർ കൂടെ കൂടി. അദ്ദേഹത്തിന്റെ ഭാരതയാത്രകളിൽ ആര്യസമാജം, ബ്രഹ്മസമാജം, ശ്രീരാമകൃഷ്ണ മിഷൻ എന്നിങ്ങനെ പല പ്രസ്ഥാനങ്ങളുമായി ഇടപഴകാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു. ഒരു യഥാർത്ഥ ഗുരുവിനെ അന്വേഷിച്ചായിരുന്നു ഇത്. എന്താണ് ധർമ്മപട സംഘം? സ്വാമികൾ ഹിമാലയത്തിൽ നിന്നും മടങ്ങിയെത്തിയത് തന്നെ ജാതിഭൂതത്തെ ഭസ്മമാക്കും എന്ന് പറഞ്ഞല്ലേ? അതിനുവേണ്ടി ഉണ്ടാക്കിയ വിപ്ലവ പ്രസ്ഥാനമാണ് ധർമ്മപട സംഘം. വരേണ്യവർഗത്തെ എതിരിടാൻ അതേപോലെ കരബലമാർജിക്കുകയായിരുന്നു ലക്ഷ്യം.
കൊച്ചിയിലും മലബാറിലും പടർന്നു കിടന്നിരുന്ന ധാരാളം ധർമ്മപട സംഘം യൂണിറ്റുകളുടെ രഹസ്യമായ നീക്കങ്ങൾ വഴി ഈഴവരാതി അവർണ വിഭാഗങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തിരുന്നു. കേരളം അതിനു മുൻപോ പിൻപോ കണ്ടിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു അത്. രാത്രിയുടെ മറവിൽ അവർ ഒത്തുകൂടും. കരുവണ്ണൂർ പുഴയിൽ കുളിച്ച് ഈറനെടുത്ത് നിലവിളക്കിന് മുന്നിൽ വെച്ച് കഠാര കൊണ്ട് കൈമുറിച്ച് നെറ്റിയിൽ രക്തസിന്ദൂരമണിഞ്ഞ് പ്രതിജ്ഞാവാചകം ചൊല്ലും. ഞാൻ ജാതിയിൽ ആരുടെയും താഴെയോ മുകളിലോ അല്ല. ഞാൻ ആർക്കും വഴിമാറിക്കൊടുക്കുകയോ വഴിമാറ്റുകയോ ഇല്ല. ഇതിനുവേണ്ടി ജീവൻ ബലിയർപ്പിക്കാനും ഞാൻ ഒരുക്കമാണ്. ഇത് സത്യം, സത്യം, സത്യം. സത്യം, സത്യം, സത്യം. സത്യം, സത്യം, സത്യം. ഗുരുദേവനാണെങ്കിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ദുരാചാരങ്ങളിൽ മുങ്ങിക്കിടന്ന നമ്മൾക്ക് നല്ല പ്രതിഷ്ഠകളെ തരികയും ചെയ്തിരുന്ന കാലമായിരുന്നല്ലോ അത്. പിന്നെ എങ്ങനെയാണ് ഗുരുദേവനോട് ചേർന്നത്? നമ്മുടെ രമണിജിയും സുലോചനാമ്മയും ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്തോ പറയുന്നുണ്ടല്ലോ. ആ, നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. 1908 ഗുരുദേവൻ തലശ്ശേരിയിലെ ജഗന്നാഥ പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് വിഗ്രഹാരാധനയെ എതിർക്കാനായി ധർമ്മപട സംഘവുമായി ഒരു പോരാളിയെ പോലെയല്ലേ ബോധാനന്ദഗിരി അവിടെ ചെന്നത്. എന്നാൽ ഗുരുവിന്റെ നോക്കിലും അറിവിലും അനുകമ്പയാർന്ന മൊഴിയരുളിലും ആ വീര്യം മഞ്ഞുരുകും പോലെ അലിഞ്ഞില്ലാതായി അല്ലേ? പിന്നീട് ഇങ്ങോട്ട് വിട്ടുപിരിയാനാവാത്ത സുദൃഢമായ ഗുരുശിഷ്യ ബന്ധമായിരുന്നു. ഇത്രയും നാൾ താൻ തേടി നടന്ന ആ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തിയല്ലോ എന്ന വിശ്വാസത്തിലായിരിക്കും. ഇത്ര ശാന്തമായി ഗുരുദേവൻ എന്തായിരിക്കും അരുളിയത്? ഗുരുദേവന്റെ ശാന്തമായ കടാക്ഷങ്ങളാൽ ആ വീരപുത്രന്റെ താപത്രയങ്ങൾ അകർന്ന് യഥാർത്ഥ ബോധമുണർന്നു ബോധാനന്ദനായി. പാദധൂളികളെ ശിരസിലണിഞ്ഞു നിൽക്കുന്ന ബോധാനന്ദനോട് തൃപ്പാദങ്ങൾ അരിമയോടെ പറഞ്ഞത് എന്താണെന്നോ? ക്ഷേത്ര ബഹിഷ്കരണം കൊണ്ട് ജാതി മാറുകയില്ല. സവർണരേക്കാൾ മികച്ച വിദ്യാഭ്യാസം, സാമ്പത്തികമായ ഉയർച്ച, സാത്വികമായ ക്ഷേത്ര ആരാധന, ഇതെല്ലാം കൊണ്ട് ജാതിയെ അതിജീവിക്കണം. എല്ലാവർക്കും സന്യാസം കൊടുക്കരുത്. കുടുംബമുണ്ടോ, മറ്റു പ്രശ്നങ്ങളുണ്ടോ, വരുന്നവർ സന്യാസത്തിന് യോഗ്യനാണോ, ഇതൊക്കെ അറിഞ്ഞേ സന്യാസം നൽകാവൂ. 1912 ശാരദാ പ്രതിഷ്ഠയുടെ പിറ്റേന്ന് ഗുരുദേവനിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ച് ബോധാനന്ദ സ്വാമികളായതോടെ ഹനുമാൻഗിരി സ്വാമി, കേശവാനന്ദൻ സ്വാമി, കൃഷ്ണൻ സ്വാമി, വിദ്യാനന്ദൻ സ്വാമി തുടങ്ങി ഡസൻ കണക്കിന് അനുയായികളും ഗുരുദേവ ശിഷ്യരായി. അതോടെ ബോധാനന്ദ സ്വാമിയുടെ ശ്വാസനിശ്വാസങ്ങൾ ഗുരുദേവനൊപ്പമായി. ഇത്ര നാളും ക്ഷേത്രപ്രതിഷ്ഠ ധ്വംസനം ചെയ്ത ആൾ ഇപ്പോൾ ആകെ മാറിപ്പോയി അല്ലേ? അതെ, ഗുരുവാക്ക് നിറവേറ്റാൻ ഇരിങ്ങാലക്കുട, വാടാനപ്പള്ളി, പാർലിക്കാട്, കൊടുങ്ങല്ലൂർ, കൂർക്കഞ്ചേരി, ചേർത്തല അങ്ങനെ പലയിടങ്ങളിലും ക്ഷേത്രപ്രതിഷ്ഠ പരമ്പര തന്നെ നടത്തി. വാടാനപ്പള്ളി എന്ന ദേശത്ത് വൈക്കാട്ട് ഭവനത്തിൽ ശങ്കരൻ എന്നൊരു ശ്രീനാരായണ ഭക്തൻ ഉണ്ടായിരുന്നു. കടൽ തീരത്താണ് ശങ്കരന്റെ ഭവനം. കൊടുങ്കാറ്റ് കടലിനെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്നു. ശങ്കരൻ ഭയസംഭ്രമങ്ങളോടെ തന്റെ ഓടിവള്ളത്തിൽ പറക്കുകയായിരുന്നു ഗുരുവിൽ അഭയം തേടാൻ വേണ്ടി. ഗുരുസൗധത്തിൽ എത്തിച്ചേർന്ന ശങ്കരൻ കണ്ണീരോടെ തൃക്കാൽക്കൽ വീഴുകയായിരുന്നു. എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാകും ശങ്കര എന്ന ചോദ്യമാണ് ഗുരുദേവനിൽ നിന്നും ഉണ്ടായത്. അങ്ങയെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഒന്നും ചെയ്യാനാകുകയില്ല, ശങ്കരൻ പറഞ്ഞു. അപ്പോൾ എന്നിൽ അത്ര വലിയ വിശ്വാസമാണോ? അതെ എന്നായിരുന്നു ശങ്കരന്റെ മറുപടി. ഞാൻ പറഞ്ഞാൽ കടൽ കേൾക്കുമോ? തന്നിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ച ശങ്കരനോടൊപ്പം തന്നോടൊത്തുണ്ടായിരുന്ന ബോധാനന്ദ സ്വാമികളോട് ശങ്കരന്റെ പറമ്പിൽ ചെന്ന് കടലിന് അഭിമുഖമായി കിടക്കാൻ കൽപ്പിച്ചു. ബോധാനന്ദ സ്വാമി ശങ്കരനോടൊപ്പം വൈക്കാട്ട് ഭവനത്തിലെത്തി. സ്വാമി അവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. മല പോലെ വന്ന് ഉരുണ്ടു വീഴുന്ന തിരമാലകൾ. വൈക്കാട്ട് ഭവനത്തിൽ ശ്രീനാരായണ ഗുരുവിന് വേണ്ടി ഒഴിഞ്ഞിട്ടിരിക്കുന്ന മുറിയിൽ അല്പനേരം വിശ്രമിക്കാമെന്ന ശങ്കരന്റെ അപേക്ഷ ചെവിക്കൊള്ളാതെ വന്ന പാടെ അദ്ദേഹം കടൽക്കരയെ ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു. കണ്ടു നിന്നവരൊക്കെ സ്വാമിയുടെ പിന്നാലെ ഓടിയെത്തി അദ്ദേഹത്തെ ആ മരണക്കെണിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ തന്റെ ഗുരുവിന്റെ വാക്കിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ബോധാനന്ദ സ്വാമി ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന കടൽ തീരത്ത് കടലിന് അഭിമുഖമായി കിടന്നു. ക്രമേണ കടൽ ശാന്തമായി.
ശാന്തമായ കടൽ പിൻവലിയാനും തുടങ്ങി. ശങ്കരന്റെ പറമ്പ് മാത്രമല്ല, വീടും സംരക്ഷിക്കപ്പെട്ടു. ഗുരുവിന്റെ അത്ഭുത ശക്തിയുടെ സ്മാരകമായി വൈക്കാട്ടുപറമ്പും വീടും ഇന്നും സുരക്ഷിതമായി നിലകൊള്ളുന്നു. നിങ്ങൾ ഓടിയ മട്ടുണ്ടല്ലോ, എവിടേക്കാണ്? ഞാനും സുമാജിയും നിങ്ങൾ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുവാൻ ഓടി വന്നതാ. ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലല്ലോ എന്ന് ഗുരുദേവൻ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അതെ, ഗുരുദേവൻ എന്ന ജ്യോതി നക്ഷത്രത്തിൽ ലയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ തൃപ്പാദങ്ങളെ പോലെ തന്നെ മറ്റൊരു സൂര്യനായി മാറേണ്ട യോഗ്യനായിരുന്നു. ബോധാനന്ദനോട് ചോദിക്കൂ, ബോധാനന്ദൻ പറയും. ഇങ്ങനെ തൃപ്പാദങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. പോരാളി എന്നും പോരാളി തന്നെ അല്ലേ സുമാജി? താണിശ്ശേരി ലഹളയൊക്കെ സ്വാമിയുടെ അത്തരം പ്രവർത്തന വഴികളല്ലേ? അതെ, ബ്രാഹ്മണ ജന്മിത്തത്തെയും ജാതി ഹിന്ദു മാടമ്പിത്തത്തെയും മുട്ടുകുത്തിച്ച ഒരു മുന്നേറ്റമായിരുന്നു അത്. താണിശ്ശേരി കാരണവർ കൊച്ചുകൃഷ്ണന്റെ മരണാനന്തരമുള്ള ചടങ്ങില് 10 ദിനപ്പുല മതിയെന്ന ഗുരുകൽപ്പന നിറവേറ്റാൻ സവർണരുമായി ഏറ്റുമുട്ടൽ തന്നെ നടത്തേണ്ടി വന്നു. എന്നാൽ ധർമ്മപട സംഘം തന്നെ ജയിക്കുകയും പുല ആചാരത്തിന് തീരുമാനമുണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, സ്വാമി നല്ലൊരു സംഘാടകനുമായിരുന്നു, അല്ലേ ബിന്ദുജി? അതെ, 1918 ഗുരുദേവന്റെ സിലോൺ സന്ദർശനത്തിന് മുൻകൂട്ടി തന്നെ അവിടെ എത്തി സ്വീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്തതും അവിടെ ശ്രീ വിജ്ഞാനോദയം സഭ രൂപീകരിച്ചതും ഫാക്ടറി തൊഴിലാളികൾക്ക് നിശാ പാഠശാല ആരംഭിച്ചതും എല്ലാം നമുക്കിവിടെ ഓർമ്മിക്കാവുന്നതാണ്. സമുദായ ഉന്നമനത്തിനായി 10 ലക്ഷം രൂപ സമാഹരിച്ച് കൊച്ചിൻ നാഷണൽ ബാങ്ക് തുടങ്ങിയത് ഒരു വലിയ ചരിത്രമാണ്. സമുദായത്തിൽ സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ചവരുടെ ഒരു പൊതുവായ പണമിടപാട് സ്ഥാപനം നടത്തുന്നത് അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരമാവും എന്ന് ഗുരുദേവൻ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. ബോധാനന്ദ സ്വാമി എന്ന കനൽ കൂമ്പാരത്തിനെ അത് ആളിക്കത്തിച്ചു. ഒരു ഓഹരിക്ക് 50 രൂപ പ്രകാരം 10 ലക്ഷം രൂപ മൂലധനത്തിൽ ബാങ്ക് സ്ഥാപിക്കണമെന്നാണ് സ്വാമിയുടെ പ്രഖ്യാപനം. അധസ്ഥിത ജനതയിൽ നിന്നും ഇത്രയും തുക എങ്ങനെ കണ്ടെത്തും? ഇതിനായി കൂടിയ യോഗത്തിൽ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. എന്നാൽ ധീരനും ശൂരനുമായ ബോധാനന്ദ സ്വാമി പിൻവാങ്ങിയില്ല. സ്വാമി തന്നെ ആദ്യ ഓഹരിക്കാരനായി. പിന്നാലെ മറ്റു സന്യാസി ശിഷ്യന്മാരും ഗൃഹസ്ഥ ശിഷ്യന്മാരും അണിനിരന്നു. ഒടുവിൽ 1921 10 ലക്ഷം രൂപ മൂലധനത്തിൽ കൊച്ചിൻ നാഷണൽ ബാങ്ക് എന്ന പേരിൽ അത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. കൊച്ചിൻ തീയർ സഭ ഉണ്ടാക്കിയതും ഇതുപോലെ ഒരു സംഭവമാണ്. അതെന്താണ് മഹാസംഭവം? പ്രീതിജിക്ക് അറിയുമോ? ചേച്ചി, തൃപ്പാദങ്ങൾ അരുവിപ്പുറത്ത് SNDP യോഗം രൂപീകരിച്ചപ്പോൾ കൊച്ചിയിൽ ബോധാനന്ദ സ്വാമികൾ തീയര് സംഘടിപ്പിച്ച് കൊച്ചി തീയർ മഹാസഭ എന്ന മഹാസംഘടനയാണ് ഉണ്ടാക്കിയത്. അതാണ് പിന്നീട് കൊച്ചി SNDP യോഗമായി തീർന്നത്. 13 വർഷക്കാലം ഈ സംഘടനയുടെ സ്ഥിരാധ്യക്ഷനും സ്വാമികൾ തന്നെയായിരുന്നു. തൃശൂരിൽ ശ്രീനാരായണ ഭക്ത പരിപാലന യോഗം എന്ന സംഘടനയും ഉണ്ടാക്കിയിരുന്നു. കുറെ ക്ഷേത്രങ്ങളും സ്വാമികൾ പ്രതിഷ്ഠിച്ചില്ലേ, അല്ലേ രമണിജി? അതെ, ഭഗവാൻ ശ്രീനാരായണ തൃപ്പാദങ്ങളുടെ ആജ്ഞ അനുസരിച്ച് സ്വാമികൾ നാഗമ്പടം ക്ഷേത്ര പ്രതിഷ്ഠ, കളവങ്കോടത്ത് അർദ്ധനാരീശ്വര പ്രതിഷ്ഠ, ചേർത്തല ശക്തീശ്വരം, വാടാനപ്പള്ളി, ഇരിങ്ങാലക്കുട, കുറിച്ചിക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ അനേകം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ഗുരുദേവൻ സശരീരനായിരുന്ന കാലത്ത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഗുരുദേവന്റെ വെങ്കല പ്രതിമ ശ്രീ മൂർക്കത്ത് കുമാരന്റെയും മറ്റും ശ്രമഫലമായി സ്ഥാപിക്കപ്പെട്ടു. പ്രസ്തുത പ്രതിമ പ്രതിഷ്ഠിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയതും ബോധാനന്ദ സ്വാമികൾക്ക് തന്നെയായിരുന്നു. 1907 ആണ് തൃശൂർ കുറിച്ചിക്കര കേന്ദ്രമാക്കി ശ്രീനാരായണ ഗുരുകുലം സ്വാമികൾ സ്ഥാപിച്ചത്. ഈ പ്രസ്ഥാനമാണ് വർക്കല കേന്ദ്രമാക്കി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന നാരായണ ഗുരുകുലം. 1923 നീലഗിരിയിൽ നടരാജഗുരുവിനെ ഗുരുകുലം സ്ഥാപിക്കാൻ സഹായിച്ചതും 1924 സർവമത സമ്മേളനത്തിൽ സത്യവ്രത സ്വാമികൾക്കൊപ്പം ഒരുക്കങ്ങൾ നടത്തിയതും മികച്ച സംഘാടകനാകാൻ കഴിഞ്ഞത് ഗുരു അനുഗ്രഹം ഒന്നുകൊണ്ട് തന്നെയാണ്. ബിന്ദുജി, ശ്രീനാരായണ മതം എന്നൊന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പക്ഷെ സർവമത സമന്വയവാദിയായ തൃപ്പാദങ്ങളുടെ കൽപ്പന പ്രകാരം
പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങി ബോധാനന്ദ സ്വാമികൾ. ഷായിച്ചേട്ടൻ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ഗുരുദേവനെ പോലെ ബോധാനന്ദ സ്വാമിയും രചനകളിലൂടെ ഒക്കെ ജനങ്ങളിലേക്ക് എത്തിച്ച കാര്യമാണോ? ശരിക്കും അതുതന്നെയാണ് ഓർത്തത്. ഗുരുധർമ്മ പ്രചരണത്തിനായി സ്നേഹിതൻ, ധർമ്മം എന്നീ 2 പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. മാത്രമല്ല വളരെയധികം കൃതികളും രചിച്ചിട്ടുണ്ട്. ബിന്ദുജിയിലൂടെ നമുക്കൊരു കൃതിയൊന്ന് കേട്ടാലോ? പാരാതെ ശാന്തി പകരും പരമാർത്ഥ തത്വം ആരാഞ്ഞറിഞ്ഞഖില ലോകദയാലുവായി നേരായ മാർഗം അരുളി ജനസഞ്ചയത്തിൻ ആരാധ്യനായ ഗുരുദേവ നമോ നമസ്തേ. അദ്വൈത സത്യം അനുഭൂതിയിലൂടെ നിത്യം പ്രത്യക്ഷമാക്കിയ യതീശ്വര ദിവ്യമൂർത്തേ, നിസ്തുല്യ ദീപ്തി ചൊരിയുന്ന കെടാവിളക്കേ, സത്യസ്വരൂപ ഗുരുദേവ നമോ നമസ്തേ. ആകാംക്ഷയേതുമിയലാതെയും ആത്മലാഭം സ്വീകാര്യമായി കരുതിയും സ്ഥിരചിത്തനായി ഏകാന്ത നിർമ്മമതനായി തപമാചരിച്ച ലോകാധിവന്ദ്യ ഗുരുദേവ നമോ നമസ്തേ. മാനാപമാന സുഖദുഃഖ വിചാരമെല്ലാം ജ്ഞാനാഗ്നി തന്നിലഭിശംഖം എരിച്ചു നിത്യം സ്നാനാസനാദികൾ വെടിഞ്ഞു തപസ്സു ചെയ്ത ധ്യാനാദിലീന ഗുരുദേവ നമോ നമസ്തേ. കാന്തി പകിട്ടിലലസം വിലസുന്ന മായാഭ്രാന്തിക്കിഹത്തിലിടം അല്പാവുമീകിടാതെ ശാന്തിക്കു ഭംഗമിയലാതെ ഭവാംബുരാശി നീന്തി കടന്ന ഗുരുദേവ നമോ നമസ്തേ. അന്തർഗതങ്ങളകല തഥ സന്ധ്യജിച്ചും അന്തർമുഖത്വനില തന്നെ സമാധരിച്ചും സ്വന്തം സുഖങ്ങൾ നിനയാതജിരേണ മായാബന്ധം വെടിഞ്ഞ ഗുരുദേവ നമോ നമസ്തേ. തൃപ്പാതെ ചെയ്ത തപസിൻ ഫലസിദ്ധി പോലും പാരിലുള്ളൊരവസർക്കുപയോഗമാക്കി മോപ്പാരിലും യശസണച്ചുലകുദ്ധരിച്ച സൽഭാവമാർന്ന ഗുരുദേവ നമോ നമസ്തേ. വീക്ഷാനുകൂലം അതിധന്യത കൈവരിക്കും മോക്ഷാനുരാഗവശനായി കഴിയാതെ തന്നെ സൂക്ഷ്മാവബോധമോടു ജീവിത ലക്ഷ്യം ഇങ്ങ് സാക്ഷാത്കരിച്ച ഗുരുദേവ നമോ നമസ്തേ. ദുർവാരഘോര ദുരിതാബ്ദിയിലാണ്ടു തെല്ലും
നേർവാഹം അറ്റുകുഴയും ജനസഞ്ചയത്തെ നേർവ്യാജമാത്മസുഖമേകി സമുദ്ധരിച്ച സർവാഭിവന്ദ്യ ഗുരുദേവ നമോ നമസ്തേ. ഭീരുത്വമാർന്നടിമ വൃത്തിയിലാണ്ടു നിത്യദാരിദ്ര്യ ദുഃഖവശരായുഴലും ജനത്തെ വാരുറ്റയോഗ തരുവിൻ തണലത്തണച്ച കാരുണ്യമൂർത്തി ഗുരുദേവ നമോ നമസ്തേ. ഒന്നാ ജനത്തെ ഇഹ തട്ടിയുണർത്തി ജാതി ചെന്നായോടെങ്ങും എതിരിട്ടു ജയം വരിച്ചു. ഇന്നാടിനുള്ള കുറവങ്ങനെ തീർത്ത ദിവ്യ സന്യാസി വര്യ ഗുരുദേവ നമോ നമസ്തേ. വല്ലാതെ കണ്ടു നിലനിന്നൊരയിത്തരോഗമെല്ലായിടത്തും ഒഴിവാക്കി വിശുദ്ധമാക്കി നല്ലാത്മബോധം അഖിലർക്കുമണച്ച ലോക കല്യാണമൂർത്തി ഗുരുദേവ നമോ നമസ്തേ. പേർത്തും ജനത്തിൻ അഭിവൃദ്ധി വരുത്തുവാനായി ക്ഷേത്രപ്രതിഷ്ഠ അഖിലോപരി നിർവഹിച്ചു. ശാസ്ത്രപ്രബുദ്ധത സദാ തെളിയിച്ച ദിവ്യഗാത്ര പ്രഭോ ഗുരുദേവ നമോ നമസ്തേ. വീതാഖ വിശ്വ വിമലാശയ ദീനബന്ധോ പാദാരവിന്ദ പരിപാവന ദിവ്യമൂർത്തേ. ആധാരഭൂത പരമോന്നത പൂജനീയ വേദാന്തസാര ഗുരുദേവ നമോ നമസ്തേ. ബിന്ദുജിയുടെ ആലാപനത്തിൽ ബോധാനന്ദ സ്വാമി അങ്ങനെ ഓർത്തിരുന്നു പോയി. ഗുരുദേവൻ തന്നെ തന്റെ അനന്തരഗാമിയായി വാഴിച്ച സശിഷ്യനാണ് സ്വാമി, അല്ലേ രാജേന്ദ്രജി? ബോധാനന്ദ സ്വാമികൾ 1925 വിജയദശമി ദിനത്തിൽ ശാരദാ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വെച്ചല്ലായിരുന്നു ആ സംഭവം? അതെ, അമ്മ ശാരദാംബയ്ക്ക് ഗുരുദേവൻ സമർപ്പിച്ച തത്സ്വരൂപം. സാക്ഷാൽ ജ്ഞാനോദയ സിന്ധുവാകും ആ ഗുരുമൂർത്തി തൻ അനഹം ഗുണം സംജാതം പകരും സ്വാമി അങ്ങയിൽ എന്നല്ലേ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞിട്ടുള്ളത്? മാത്രമല്ല 1926 നടന്ന SNDPയുടെ 23-ാം വാർഷിക യോഗത്തിലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ ഗുരുദേവനാൽ നിയുക്തനായതും ബോധാനന്ദ സ്വാമിയായിരുന്നു. ഇനി മുതൽ SNDPയുടെ സ്ഥിര ഉപ അധ്യക്ഷനാവാനും ഗുരു നിർദ്ദേശിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു യഥാർത്ഥ അനന്തരഗാമിയായി മറ്റു സന്യാസ ശിഷ്യരുടെയും ഗൃഹസ്ഥ അനുയായികളുടെയും മനസ്സിലേക്ക് ബോധാനന്ദ സ്വാമിയെ വലിച്ചെടുക്കുകയായിരുന്നു. പ്രതിഷ്ഠയെ എതിർത്തയാൾക്കു തന്നെ പ്രതിഷ്ഠ നടത്താൻ ഗുരു അനുഗ്രഹവും കൊടുത്തു, അല്ലേ സുമചേച്ചി? അതെ അതെ രാജേന്ദ്രജി. 1927 ജഗന്നാഥ ക്ഷേത്രത്തില് ഗുരുദേവൻ സശരീരനായിരിക്കുമ്പോൾ തന്നെ ഗുരുദേവന്റെ വെങ്കല പ്രതിമ പ്രതിഷ്ഠിക്കാനുള്ള അസുലഭ ഭാഗ്യത്തിനും ഈ ഗുരുദേവ ശിഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടു. 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം രൂപീകരിച്ചുവല്ലോ. ആ ചരിത്രവും നമ്മൾ അറിയണം. ജനങ്ങൾക്ക് ആത്മീയ ഉണർവേകിക്കൊണ്ട് ഗുരുദേവ ദർശനങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ വേണ്ടി ഗുരുദേവനാൽ നിയുക്തമാക്കപ്പെട്ട സന്യസ്ത ശിഷ്യന്മാരുടെ സംഘടനയാണ് ശ്രീനാരായണ ധർമ്മസംഘം. ഇത് രൂപീകരിച്ചത്
കൂർക്കഞ്ചേരി ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇന്നും നിലകൊള്ളുന്ന പ്ലാവിൻ ചുവട്ടിൽ വെച്ചായിരുന്നു. നമ്മുടെ വകയിൽ നമ്മുടെ സർവ്വ സ്വാതന്ത്ര്യത്തിലിരിക്കുന്നതുമായ ക്ഷേത്രങ്ങൾ, സന്യാസി മഠങ്ങൾ, വിദ്യാലയങ്ങൾ, വ്യവസായശാലകൾ മുതലായ സർവധർമ്മ സ്ഥാപനങ്ങളും അവ സംബന്ധിച്ചുള്ള സകല സ്ഥാവര ജംഗമ വസ്തുക്കളും നമ്മുടെ എല്ലാ ധർമ്മ സ്ഥാപനങ്ങളുടെയും തലസ്ഥാനമായ ശിവഗിരി മഠത്തിൽ വെച്ച് ഈ ആണ്ട് കന്നിമാസം 11-ാം തീയതി നമ്മുടെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്യപ്പെട്ട ശിഷ്യപ്രധാനി ശിവഗിരി മഠത്തിൽ താമസിക്കുന്ന ശ്രീ ബോധാനന്ദന് നമ്മുടെ കാലശേഷം ലഭിക്കണമെന്ന് കരുതി ഈ വിൽപത്രം എഴുതി വയ്ക്കുന്നതാണ്. ഈ പ്രമാണത്തിലെ വരികളിലും ബോധാനന്ദൻ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ശ്രീനാരായണ ധർമ്മസംഘം രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആവാനും തൃപ്പാദങ്ങൾ അനുഗ്രഹം കൊടുത്തതും ഈ ശിഷ്യന് തന്നെയാണ്. മഹാസമാധിയെ മുൻകൂട്ടി കണ്ട് തൃപ്പാദങ്ങൾ ഓരോന്നായി തീർപ്പ് കൽപ്പിക്കുകയായിരിക്കും അല്ലേ ബിന്ദുജി? അതെ, ഗുരു ഇംഗിതം ആർക്കറിയാം. 1928 ജനുവരി മുതൽ തന്നെ തൃപ്പാദങ്ങൾ ശയ്യാവലംബമായിരുന്നല്ലോ. തൻ്റെ മഹാസമാധിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ ഒരുക്കി തുടങ്ങി. കട്ടി ആഹാരങ്ങൾ ഒഴിവാക്കി, ഫലമൂലാദികൾ ഒഴിവാക്കി, പാലിൽ നിന്നും ജീരകവെള്ളം മാത്രമാക്കി തൃപ്പാദങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാല് മലം, ദുരന്തം, അന്ധകലകളുമേന്തുന്ന ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ സമയമായപ്പോൾ സ്വന്തം ശരീരത്തെ പോലും മറന്ന് തൻ്റെ പ്രിയ ഗുരുവിന്റെ ശുശ്രൂഷയിൽ മുഴുകിയ ബോധാനന്ദ സ്വാമികൾക്ക് അതികഠിനമായ ജ്വരം ബാധിച്ചു. തൃപ്പാദങ്ങൾ തൻ്റെ ദിവ്യ കളയബരത്തെ ഇവിടെ ഉപേക്ഷിക്കുമ്പോൾ തൻ്റെ സച്ചിഷ്യൻ തൃപ്പാദങ്ങൾ തൻ്റെ അനന്തരഗാമിയായി വാഴിച്ച ബോധാനന്ദനോളം ത്യാഗം നമുക്കില്ലാതെ പോയല്ലോ എന്ന് ഭഗവാൻ മൊഴിഞ്ഞ ഗുരുവിന്റെ വാത്സല്യ ശിഷ്യോത്തമൻ കരുവന്നൂർ പുഴയിൽ മുങ്ങി നിവർന്ന് തൃപ്പാദ സവിധത്തിലെത്തിയ മഹാഗുരുവിന്റെ ബോധാനന്ദൻ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മഹാസമാധി വൃത്താന്തം അറിഞ്ഞ സ്വാമികൾക്ക് ഉണ്ടായ അനുഭവം അകാലത്തിൽ തിമിരം ബാധിച്ചതുപോലെയാണ്. കണ്ണുകൾ അടച്ച് സ്വാമികൾ കുറേ സമയം അസ്തപ്രജ്ഞനായി കിടന്നു. ആ മനോമുകുരത്തിൽ തൻ്റെ സ്വാമി തൃപ്പാദങ്ങളുടെ ഓർമ്മകളായിരിക്കും. എങ്കിലും തൃപ്പാദങ്ങളുടെ മഹാസമാധി ചടങ്ങുകൾ പൂർത്തീകരിക്കേണ്ടത് കൊണ്ട് സ്വാമികളെ ആശുപത്രി കിടക്കയിൽ നിന്നും ശിവഗിരി എന്ന പുണ്യാശ്രമത്തിന്റെ താഴെ എത്തിച്ചു. അവിടെ തടിച്ചുകൂടി നിന്ന ജനാവലി തൃപ്പാദങ്ങൾ പോയി സ്വാമി. അവരുടെ ആർത്തനാദങ്ങൾക്ക് നടുവിലേക്കാണ് ബോധാനന്ദ സ്വാമികൾ എത്തിയത്. വാക്കുകൾക്കപ്പുറം മൗനം. മഹാഗുരുവിന്റെ മഹാസമാധി ചടങ്ങുകൾ പൂർത്തീകരിച്ച ശിഷ്യോത്തമൻ ശിവഗിരി മഠത്തിന്റെ അനന്തര നടപടികൾ ആലോചിച്ചു. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും കലശലായ പനിയെ തുടർന്ന് ബോധാനന്ദ സ്വാമികളെ വീണ്ടും ആശുപത്രിയിലാക്കി. 1928 സെപ്റ്റംബർ 23 കന്നി 9 പുലർച്ചെ 3 മണിക്ക് ഇതാ എൻ്റെ സ്വാമി തൃപ്പാദങ്ങൾ ചക്രവാള സീമയിൽ നിന്നിറങ്ങി വന്ന് എന്നെ വിളിക്കുന്നു. തൃപ്പാദങ്ങളില്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് പോകാൻ സമയമായി. ഇതാ എൻ്റെ സ്വാമി. അബോധാവസ്ഥയിൽ നിന്നുണർന്ന് ഗുരുവിന്റെ ബോധാനന്ദൻ ധ്യാനനിഷ്ഠനായിരുന്നു. മെല്ലെ മെല്ലെ മഹാഗുരുവെന്ന ദിവ്യപ്രഭയിൽ അലിഞ്ഞ് മൃദുവായി മൃദുവായി തൻ്റെ ഭൗതിക ശരീരം ഇവിടെ ഉപേക്ഷിച്ചു. തൃപ്പാദങ്ങളെ ഈശ്വരമൂർത്തിയാക്കി പരബ്രഹ്മ സ്വരൂപനായി ധ്യാനിക്കാൻ, ധ്യാനത്തിൽ ഹൃദയത്തെ മൗനഘനാബ്ദിയിലൂടെ ഒരു നദിയായി ഒഴുക്കുന്നത് മാത്രമേ ഇനി നമുക്ക് ദർശിക്കാൻ സാധിക്കൂ. അല്ലേ ഗോപാൽജി? ആ ധന്യമുഹൂർത്തത്തിലൂടെ നമുക്കൊന്ന് പോയാലോ? അതെ, തൃപ്പാദങ്ങളെ പ്രത്യക്ഷ ദൈവമായി കണ്ട ആ പ്രിയ ശിഷ്യന് നമുക്കും അത് അനുഭവമാക്കി തരാനായി എഴുതി തന്ന കൃതികളിൽ ഒന്നാണല്ലോ ഈശ്വര പ്രാർത്ഥന. ഞാൻ തുടങ്ങി വയ്ക്കാം. നമുക്ക് ഓരോരുത്തർക്കായി ഈ പ്രാർത്ഥനയിലൂടെ ആ മഹായോഗി വര്യന് മുൻപിൽ 100 വർഷങ്ങൾക്കിപ്പുറം നിന്നുള്ള ഹൃദയപുഷ്പങ്ങൾ അർപ്പിക്കാം.
ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ. മാനത്തു മൂഴിയിലുമാഴിയിലും പ്രകാശമാന സ്വരൂപമോടുകൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ നില പൂണ്ടരുളും വിഭോ, നിൻ ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ. പ്രത്യക്ഷമായ തവ ശക്തിയെ മായമാറാൻ അത്യന്ത ഭക്തിയോടു വാഴ്ത്തുക മർത്യധർമ്മം, നിത്യം ഭവചരണ സേവനം എന്റെ സർവകൃത്യങ്ങളിൽ പ്രഥമമായി വരണേ കൃപാലോ. എന്നാലുപദ്രവമൊരുത്തനുമൊന്നുകൊണ്ടും എന്നാളുമേൽ കരുതു ഞാൻ കരുതാതെ കണ്ടും, നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സ് ജഗത് സ്വരൂപ. ഏതാകിലും മമ ഫലേച്ഛപ്പെടാതെ നിത്യം ഗീതാവചസ്സുകളിലെന്റെ മനസ്സു മുങ്ങി, ജാതാതരം സകല കർമ്മവുമാചരിപ്പാൻ ഭൂതാദിനാഥ മതിയിൽ സ്ഥിതി ചെയ്യണം നീ. ശോകാദി ചിന്തകളിൽ നീന്തിടും അന്തരംഗം ഏകാഗ്രമാക്കി അലയറ്റഴും ആഴി പോലെ ശോകപ്രണാശി ഭജനം വിജനത്തിലെന്നു ആകാനെനിക്കു തരമെന്നിനി വന്നിടുന്നു. ഈ വാസനാ നദിയിലെന്മതി വഞ്ചിത്തെറ്റി പോവാതെ നല്ല വഴിയിൽ കരപറ്റിടാനും ദേവാദിദേവദശതൻ ദുരിതം കെടാനും സേവാമൃതം ഹൃദിയുദിച്ചുയരുന്നതെന്നാ ഗാനം പൊഴിച്ചു കളിയാടി കിളിക്കിടാങ്ങൾ ആനന്ദം ആത്മവശമെന്നറിയിച്ചിടുന്നു. ജ്ഞാനസ്വരൂപ തവ ചിന്തയോടന്തരംഗം ആനന്ദനന്ദനവനത്തിൽ വസിച്ചിടട്ടെ. കൈവല്യമായ വഴി കാട്ടി വിശിഷ്ട ഭക്തി കൈവന്നിവന്നു പൊരുളാലിരുളാകെ നീക്കാൻ ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ചു വൈവശ്യമാകയകലാൻ ഇടയാകണം മേ. ഈ ലോകയാത്രയിലിടയ്ക്കു മുടക്കം ഓരോന്നാലോചിയാതെ വരുമെങ്കിലും എൻ്റെ ചിത്തം ആലോലമാകരുത് പിന്തിരിയാതെ നിന്റെ കാലോർത്തു കാലമിവനിങ്ങു കഴിച്ചിടേണം. നിന്നംശമാണൊരണുജീവിയുമെന്ന ബോധം എന്നന്തരംഗമെന്നതിൽ വളർന്നു കാണും. എന്നല്ല ഞാൻ കളിയിലും കളവോതിടാതെ എന്നക്ഷയം സുഹൃതമാർന്നു കൃതാർത്ഥനാകും. ക്ലേശാദിയാം ഒരു വനത്തിനു വഗ്നിയായും
ആശാപിശാചിനൊരു മാരണമന്ത്രമായും ഈശാനുശങ്കമരുളും പൊരുളായുമാളും ഓം ശാന്തി എന്നറിവെഴുന്നതു ഏതുകാലം എന്നുള്ള മാണുലകിലെ സുഖദുഃഖമൂലം എന്നുള്ള നല്ലുപനിഷത്തിലെഴുന്ന തത്വം എന്നും ധരിച്ചു ജഗദീശ മനസ്സിളക്കം ഒന്നും വരാതെ വരുവാൻ വരമേകിരേണം. ഓം ശാന്തി എന്നറിവെഴുന്ന മഹത്വമന്ത്രം ഞാൻ ശാന്തിയാർന്നൊരു കഴിച്ചു സുഖേന നിത്യം. ആശാദിവൈരികളെ വെന്നു മനസ്സമാധവും ഏശാതിരിപ്പതിനു സംഗതി വന്നിടേണം. രാഗാദിദോഷമകലെ കളവാനുമെന്റെ രോഗാദിയൊക്കെ അകന്നു സുഖം വരാനും യോഗേശനിൻ കൃപ ലഭിച്ചു വിശിഷ്ടരാജ. യോഗാലിവന്റെ മനമെന്നും ലയിച്ചിടുന്നു. കുംഭിച്ചിരുന്ന മനമെങ്ങുമയച്ചിടാതെ അമ്പിച്ചരേചകമതിൽ സ്ഥിരബുദ്ധിപൂർവം അംഭോജമൊട്ടു നിറമൊത്ത പവൽ സ്വരൂപം ശംഭോ നിനപ്പതിനു സംഗതി വന്നിടേണം. എൻ മാനസത്തിൽ വിലസുന്ന വിശേഷ ജീവൻ നിന്മേനിയോർത്തു നിയതം നിധിയെന്ന പോലെ പൊന്നേ വസിപ്പതിനു സംഗതി വന്നുവെന്നാൽ അന്നാണു ഞാൻ സുകൃതി ഹേ സുകൃതാംബുരാശേ. വന്മോഹവാരിധിയിൽ വീണു വലഞ്ഞിടുമ്പോൾ നിന്മേനി നിന്നടിമയെ കരകേറ്റിടേണം. വന്മത്സരം ചതിയസൂയയതീവ കാമം വന്മായ ബന്ധമിവയൊക്കെ നശിച്ചിടട്ടെ. നിത്യം ശിവന്റെ തിരുനാമമുരപ്പവന്നു സത്യം പുനർജനനമില്ലിതു നിർവിവാദം. മുക്തിക്കു മറ്റു വഴി എന്തിനു തേടിടുന്നു ഭക്ത്യാ ഭജിക്ക കരണത്രയ ശുദ്ധിപൂർവം. മംഗളം ഭവതു മംഗളം സദാ മംഗളം ദിശതു മംഗളൻ പരൻ. മംഗളം സ്തുതി പഠിപ്പവർക്കു സൻ മംഗളം സകല പാപനാശനം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ 144-ാം ജയന്തി ദിനം. സ്വാമികളുടെ ഇന്നത്തെ ഈ ജയന്തി ദിനത്തിൽ ഇതുപോലെ ഒരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് സ്മൈൽ സാധന 1 ഒരുക്കിയ ത്യാഗോച്ചലനായ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ എന്ന നാടകരൂപേണയുള്ള ഈ പ്രത്യേക ആവിഷ്കരണം ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇതിലെ തെറ്റുകുറ്റകൾ എല്ലാ ശ്രോതാക്കളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ അപേക്ഷിക്കുകയാണ്. ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളെ കുറിച്ച് ഭഗവാൻ ശ്രീനാരായണ മഹാഗുരുവിന്റെ സശിഷ്യൻ ഭഗവാൻ തന്നെ തന്റെ അനന്തരഗാമിയായി വാഴിച്ച ശ്രീ ബോധാനന്ദ സ്വാമികളെ കുറിച്ച് ഇന്ന് ഇതുപോലെയൊരു
രംഗാവിഷ്കരണം ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്ന സ്മൈൽ സാധനയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കുമുള്ള ഞങ്ങളുടെ